ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാഴക്കൊമ്പ് വെച്ചിട്ട് റെസിപ്പി നോക്കിയാലോ. വാഴക്കൊമ്പ് റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വാഴക്കൊമ്പാണ്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിത് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതിയാകും. അരിഞ്ഞെടുത്ത ശേഷം ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വാഴക്കൊമ്പാണിത്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ എടുക്കാൻ തുടങ്ങാം. ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ സവോള കൊത്തി അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 2 ടേപ്പ് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, പെരുംജീരകം പൊടിച്ചത്, കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ റോ ടേസ്റ്റ് മാറുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ട ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് ഒരു 5 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൊമ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നമുക്കിതിലേക്ക് വാഴക്കൊമ്പ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ആണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്കിത് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ച ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ സൈസ് പീസസ് ആയിട്ടാണല്ലോ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാഴക്കൊമ്പൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൊമ്പ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാഴക്കൊമ്പ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വാഴക്കൊമ്പ് റോസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.